عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله. أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. صدق الله العلي العظيم. ധന്യമാക്കിക്കൊണ്ടിരിക്കുന്ന ആദരണീയരായ പണ്ഡിത വരണ്യരെ, ബഹുമാന്യരായ SKSSF-ന്റെ പ്രഗത്ഭരായ നായകന്മാരായ നാസർ ഫൈസി കൂടത്തായി, സത്താർ പന്തലൂർ, ബഹുമാന്യരായ ഉലമാക്കളെ, നേതാക്കന്മാരെ, കാരണവന്മാരെ, മദീന പാഷന്റെ വിളിയാളം കേട്ടുകൊണ്ട് കണ്ണൂർ ജില്ലയുടെ നാനാഭാഗത്തു നിന്നും ഒഴുകിയെത്തിയ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സഹോദരന്മാരെ, ശബ്ദം ശ്രവിക്കുന്ന ഇതര ആദർശാനുയായികൾക്ക് ഈ പ്രസ്ഥാനത്തിന്റെ 1000 സ്നേഹാഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊള്ളുന്നു. പടച്ച തമ്പുരാൻ നമ്മുടെ ഈ സംഗമം അവൻ പൊരുത്തപ്പെടുന്ന സ്വാലിഹായ അമലുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വളരെ പ്രൗഢമായ ഒരു വിഷയം നാം ഇവിടെ ശ്രവിച്ചു കഴിഞ്ഞു. ഇനിയൊരു മഹത്തായ പ്രഭാഷണം ഇവിടെ നടക്കാനുമുണ്ട്. അതിനിടയിലായി മഹത്തായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അജയ്യതയെക്കുറിച്ച് 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കുവാൻ വേണ്ടിയാണ് വിനീതൻ ഇവിടെ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, കേരളത്തിൽ കഴിഞ്ഞ 9 പതിറ്റാണ്ടിലേറെ കാലമായി ജനഹൃദയങ്ങളിൽ സ്ഥാനം നേടി അജയ്യമായി മുന്നോട്ട് ഗമിക്കുന്ന അതിമഹതായ ഔലിയാക്കന്മാരാൽ നിർമ്മിതമായ പ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അതിനെ നോവിക്കുവാനും അതിനെ തകർക്കുവാനും അതിനെ ക്രൂരമായി പീഡിപ്പിക്കുവാനും നശിപ്പിക്കുവാനും കഴിഞ്ഞ 9 പതിറ്റാണ്ടുകാലമായി ഞാഞ്ഞൂലുകൾ മുതൽ ഉഗ്ര വിഷസർപ്പങ്ങൾ വരെ അതിന്റെ ഫണം വിടർത്തി ആടിയിട്ടും അതിന്റെ രോമത്തിന് ഒന്ന് തൊടുവാനോ കേടുവരുത്തുവാനോ ഇതുവരെ ഒരു ശക്തിക്കും സാധിച്ചിട്ടില്ല എന്നുള്ളതൊരു പരമാർത്ഥമാണ്. അവസാനം ചില സമസ്ത ആനകളും മൗല ആനകളും ഈ മഹത്തായിരിക്കുന്ന പ്രസ്ഥാനത്തെ തകർക്കാൻ വേണ്ടി അവിടെയും ഇവിടെയും ഗർജിച്ചുകൊണ്ട് വരുന്നു എന്നുള്ളത് പോലും വളരെ സഹതാപമർഹിക്കുന്ന ഒരു കാര്യമാണ്. ചരിത്രം പഠിക്കാത്ത ആളുകളാണ് എന്ന് മാത്രമാണ് അവരെക്കുറിച്ച് ഈ സമയത്ത് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അജയ്യമായി തുടരുന്നതിന്റെ പിന്നിൽ പ്രധാനമായും 2 കാര്യങ്ങൾ ഉണ്ട് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതിലൊന്നാമതായി മഹത്തായ സമസ്ത 1926 ജൂൺ മാസം 26-ാം തീയതിയാണ് രൂപീകൃതമായത്. അതിന്റെ ഭരണഘടന 1934-ലാണ് കോഴിക്കോട് രജിസ്ട്രാർ ഓഫീസിൽ 1-ാം നമ്പറായി രജിസ്റ്റർ ചെയ്യുന്നത്. നമുക്കറിയാം, അത്രയും കാലം ഈ മഹാപ്രസ്ഥാനത്തെ അഥവാ 14 നൂറ്റാണ്ടുകാലമായി കണ്ണിലെ കൃഷ്ണമണി പോലെ പൂർവികന്മാർ കാത്തു സൂക്ഷിച്ചു വന്ന പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിനെ ഖിയാമത്ത് നാൾ വരെ ഈ രാജ്യത്ത് നിലനിർത്താൻ വേണ്ടുന്ന അതിമഹത്തായിരിക്കുന്ന ഒരു ഭരണഘടന ആവേണ്ടതുണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ടാണ് മഹാരഥന്മാരായ ഉലമാക്കൾ ഏതാണ്ട് 7-8 കൊല്ലത്തോളം ഭരണഘടനയ്ക്ക് വേണ്ടി മാറ്റിവെച്ചത്. അതിന്റെ ആമുഖത്തിൽ വളരെ കൃത്യമായി 5 ലക്ഷ്യങ്ങൾ പ്രതിപാദിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കുന്നത് എന്നും അത് എന്തിനു വേണ്ടിയാണ് ഈ രാജ്യത്ത് നിലകൊള്ളേണ്ടത് എന്നും വളരെ വ്യക്തമായ ഭാഷയിൽ സമസ്ത ഉലമാക്കളെ കുറിച്ച് ഇംഗ്ലീഷ് വിരോധികളാണെന്ന് പറയുന്നവർക്ക് കൂടെയുള്ള കൃത്യമായ മറുപടിയാണ്. 1934-ൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഭരണഘടന കോഴിക്കോട് രജിസ്ട്രാർ ഓഫീസിൽ 1-ാം നമ്പറായി രജിസ്റ്റർ ചെയ്യപ്പെട്ടത് മലയാളം ഭാഷയിലും ഇംഗ്ലീഷ് ഭാഷയിലുമാണ്. ഏതൊരാൾക്കും മനസ്സിലാകുന്ന രൂപത്തിൽ ഇന്ന് ലോകത്തിന്റെ ഏത് കോണിൽ നിന്നും ഇന്റർനെറ്റ് സംവിധാനത്തിലൂടെ പരിശോധിച്ചാൽ മനസ്സിലാക്കുന്ന വളരെ വ്യക്തമായ വെട്ടിത്തിളങ്ങുന്ന ഒരു 5 ലക്ഷ്യങ്ങൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കുണ്ട്. അതിലൊന്നാമത്തെ ലക്ഷ്യം to propagate and spread the rights and beliefs of Islam according to real view of Ahlus Sunnah wal Jama'ah. കഴിഞ്ഞ 14 നൂറ്റാണ്ടുകാലമായി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടം മുതൽ തന്നെ പ്രചരിച്ചു വരുന്ന പരിശുദ്ധമായിരിക്കുന്ന ദീനുൽ ഇസ്ലാം, അള്ളാഹുവിന്റെ സ്വഹാബത്ത് പ്രചരിപ്പിച്ച ദീനുൽ ഇസ്ലാം, അവർ ജീവിച്ചതുപോലെ കണ്ടും കേട്ടും അനുഭവിച്ചും ജീവിതത്തിൽ പകർത്തി പാരമ്പര്യമായി വരുന്ന ദീനുൽ ഇസ്ലാം, ആ പരിശുദ്ധമായിരിക്കുന്ന ഇസ്ലാം തെറ്റാണെന്നും അത് പിഴച്ചതാണെന്നും അത് ബിദ്അത്താണെന്നും അതിലുപരി ഈ കേരളത്തിലെ സുന്നികളൊക്കെ ശിർക്ക് ചെയ്യുന്ന മുശ്രിക്കുകളാണെന്നും അഭിപ്രായപ്പെട്ടുകൊണ്ടാണ് 1920 കാലഘട്ടത്തിൽ EK മൗലവിയെ പോലെ, KM മൗലവിയെ പോലെ, വക്ക മൗലവിയെ പോലെയുള്ള ആളുകൾ രംഗത്ത് വരുന്നത്. അവർ നല്ല
നല്ല കഴിവുള്ള ആളുകളായിരുന്നു. ഒരു ഭാഗത്ത് പ്രഭാഷണത്തിന് നല്ല കഴിവുള്ള ആളുകളായിരുന്നു, സാഹിത്യ മേഖലയിൽ കുലപതികളായിരുന്നു. വക്കം മൗലവിയെ പോലെ, അതേപോലെ ഇ കെ മൗലവിയെ പോലെയുള്ള ആളുകളൊക്കെ നല്ല സംഘാടകരും മികച്ച പ്രഭാഷകരുമൊക്കെയായിരുന്നു. അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ അംഗീകാരമുള്ള അവരുടെ ഈ ദുഷ്ടലാക്കോടുകൂടിയുള്ള ആശയപ്രചരണത്തിൽ സ്വാഭാവികമായിട്ടും പല പ്രദേശത്തെയും പ്രമാണിമാർ പെട്ടുപോയി. ഒരു പ്രദേശത്തെ പ്രമാണി ഒരു പുതിയ ധാരയിലേക്ക് പോകുമ്പോൾ അയാളെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന സാധാരണക്കാരും പോവുക എന്നുള്ളത് സ്വാഭാവികമാണ്. നമ്മുടെ നാട് നീളെ ഇത്തരത്തിൽ പുത്തനാശയക്കാർ, വിദേഹത്തുകാർ അവരുടെ പ്രചരണങ്ങളുമായി മുന്നോട്ട് വരുമ്പോൾ ധാരാളം സഹോദര സഹോദരിമാർ അബദ്ധത്തിൽ അതിൽ പെട്ടുപോകുന്ന ഒരു സാഹചര്യത്തിലാണ് മഹാനായ കാലഘട്ടത്തിന്റെ മുജദ്ദിദ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഅലവി മുല്ലക്കോയ തങ്ങൾ നവറല്ലാഹു മർക്കദ ഈ കോഴിക്കോടേക്ക് മഹാന്മാരായ ഉലമാക്കളെ വിളിച്ചു കൂട്ടിയത്. എന്നിട്ട് പ്രഖ്യാപിച്ച ഒന്നാമത്തെ കാര്യം, കഴിഞ്ഞ 14 നൂറ്റാണ്ടുകാലമായി പരിശുദ്ധമായിരിക്കുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് ഈ രാജ്യത്ത് നിർബാധം തുടർന്നു വരികയാണ്. അതിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഒന്നാമത്തെ ലക്ഷ്യം. ടു പ്രൊപ്പഗേറ്റ് ആൻഡ് സ്പ്രെഡ് ദ റൈറ്റ്സ് ആൻഡ് ബിലീഫ്സ് ഓഫ് ഇസ്ലാം അക്കോർഡിംഗ് ടു റിയൽ വ്യൂ ഓഫ് അഹ്ലു സുന്ന വൽ ജമാഅ. യഥാർത്ഥ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അഭിപ്രായ ആദർശങ്ങളുള്ള ഇസ്ലാമിനെ ഈ രാജ്യത്ത് പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഒന്നാമത്തെ ലക്ഷ്യം. രണ്ടാമത്തെ ലക്ഷ്യം, ടു ലീഗലി പ്രിവെന്റ് ദ ഓർഗനൈസേഷൻസ് ആൻഡ് ക്യാമ്പയിൻ വിച്ച് ആർ അഗെയിൻസ്റ്റ് ദ റൈറ്റ്സ് ആൻഡ് ബിലീഫ്സ് ഓഫ് അഹ്ലു സുന്ന വൽ ജമാഅ. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന് വിരുദ്ധമായി അതിനെ തകർക്കുവാനും അതിനെ തളർത്തുവാനും അതിനെ എതിർക്കുവാനും മുന്നോട്ട് വരുന്ന എല്ലാ ശക്തികളെയും നിയമപരമായി നേരിടുക എന്നുള്ളതാണ് സമസ്തയുടെ രണ്ടാമത്തെ ലക്ഷ്യം. തീവ്രവാദ വഴിയിലൂടെയല്ല, ഭീകരവാദത്തിന്റെ അഴിഞ്ഞാട്ട മാർഗത്തിലൂടെയല്ല, നിയമപരമായി നമ്മുടെ രാജ്യം നമുക്ക് നൽകുന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ പരിശുദ്ധമായിരിക്കുന്ന സുന്നത്ത് ജമാഅത്തിനെ തകർക്കാൻ വേണ്ടി വരുന്ന ശക്തികൾക്കെതിരെ അതിശക്തമായി പ്രവർത്തിക്കുകയും ക്യാമ്പയിൻ ആചരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സമസ്തയുടെ ലക്ഷ്യം. ഈ രണ്ട് ലക്ഷ്യങ്ങളും ഇവിടെ വിജയിച്ചു എന്നുള്ളതിന്റെ ഏറ്റവും പുതിയ തെളിവ് ഈ കണ്ണൂർ ജില്ലയാണ്. ഇത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ സമ്മേളനമാണ്. ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ സമ്മേളനമാണ്, SKSSFന്റെ സമ്മേളനമാണ്. ഇതിന്റെ വെളിപ്പാടുകളെ തൊട്ടപ്പുറത്ത് ഈ കേരളത്തിലെ പ്രമുഖമായിരിക്കുന്ന മതസംഘടന എന്ന് അവകാശപ്പെടുന്ന പുരോഗതി അവകാശപ്പെടുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ സമ്മേളനം നടക്കുന്നുണ്ട്. കണ്ണൂരിലേക്ക് പോയി നോക്കാം. ഇവിടെ പങ്കെടുത്ത പ്രിയപ്പെട്ട SKSSFന്റെ ചുണക്കുട്ടികൾ ഇന്ന് വൈകുന്നേരത്തെ റാലിയിലും ഇവിടെയുള്ള സമ്മേളനത്തിലും സംഘടിച്ചതിന്റെ തടിച്ചുകൂടിയതിന്റെ 4-1 പോലും തികക്കുവാൻ പുരോഗമനം അവകാശപ്പെടുന്ന ആളുകൾക്ക് സാധ്യമാകാതെ പോയതിന്റെ പിന്നിലുള്ള രഹസ്യം എന്താണ്? മഹത്തായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ലക്ഷ്യം തന്നെയാണ്. 1ഉം 2ഉം ലക്ഷ്യങ്ങളാണ്. മൂന്നാമത്തെ ലക്ഷ്യം, ടു ലുക്ക് ആഫ്റ്റർ ഓൾ റൈറ്റ്സ് ആൻഡ് പവേഴ്സ് ഓഫ് മുസ്ലിം കമ്മ്യൂണിറ്റി. മുസ്ലിം സമുദായം ഈ രാജ്യത്തെ ന്യൂനപക്ഷമാണ്. മുസ്ലിം സമുദായം ഇന്ത്യ രാജ്യത്തെ ന്യൂനപക്ഷമാണ്. ന്യൂനപക്ഷമായിരിക്കുന്ന മുസ്ലിം സമുദായത്തിന് അർഹമായിരിക്കുന്ന ധാരാളം അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങളെ ഹരിക്കുവാൻ ഓരോ കാലഘട്ടത്തിലെയും ഭരണാധികാരികൾ ഒളിഞ്ഞും തെളിഞ്ഞും ശ്രമിച്ചിട്ടുമുണ്ട്. അപ്പോഴൊക്കെ വീര്യമുള്ളൊരു സിംഹകുട്ടിയെ പോലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മുൻപന്തിയിൽ വന്നിട്ടുണ്ട്. മുസ്ലിം സമുദായത്തിന്റെ അവകാശങ്ങൾ നേടിയെടുത്ത അവകാശങ്ങൾ സംരക്ഷിക്കുവാനും മറ്റുള്ളവരെ കാത്തു നിൽക്കാതെ, മറ്റുള്ളവരുടെ സമ്മതവും റാനും മൂടുന്നത് കാത്തു നിൽക്കാതെ ഈ മഹത്തായിരിക്കുന്ന ശരീഅത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി മുന്നോട്ട് വന്നിട്ടുണ്ട്. അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മൂന്നാമത്തെ ലക്ഷ്യമാണ്. നാലാമത്തെ ലക്ഷ്യം, ടു പ്രൊമോട്ട് ആൻഡ് എൻകറേജ് റിലീജിയസ് എഡ്യൂക്കേഷൻ ആൻഡ് ഡു ദ നീഡ്ഫുൾ ഫോർ ദി സെക്യുലർ എഡ്യൂക്കേഷൻ ദാറ്റ് വിൽ ബി കമ്പാറ്റബിൾ വിത്ത് റിലീജിയസ് ബിലീഫ്സ് ആൻഡ് കൾച്ചർ. മതവിദ്യാഭ്യാസത്തിന് പുരോഗതി ഉണ്ടാക്കുന്ന, മതവിദ്യാഭ്യാസത്തെ പുരോഗമിപ്പിക്കുന്ന, അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന വിദ്യാലയങ്ങൾ തുടങ്ങുക. അതോടൊപ്പം തന്നെ മുസ്ലിം സംസ്കാരത്തിനും ഇസ്ലാമിക വിശ്വാസത്തിനും എതിരാകത്ത സെക്യുലർ വിദ്യാഭ്യാസത്തിനും തുല്യമായിരിക്കുന്ന പ്രാധാന്യം നൽകി അവയെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നാലാമത്തെ ലക്ഷ്യം. എന്റെ പ്രിയപ്പെട്ടവരെ, സാന്ദർഭികമായി സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ത്യ എന്ന് പറയുന്ന പ്രവിശാലമായിരിക്കുന്ന ഒരു രാഷ്ട്രം, ഇന്ത്യ എന്ന് പറയുന്ന ജമ്മു കാശ്മീർ മുതൽ കന്യാകുമാരി വരെ നീണ്ടു നിൽക്കുന്ന 29 സംസ്ഥാനങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു രാജ്യം. ആ രാജ്യത്തെ ഇന്നത്തെ മുസ്ലിം ജനസംഖ്യ ഏതാണ്ട് 17 കോടിയാണ്. 120 കോടി ജനസംഖ്യയിൽ 17 കോടി ജനങ്ങൾ മുസ്ലിങ്ങളാണ്. എന്നാൽ കേരളത്തിന് അപ്പുറത്തുള്ള നമ്മുടെ സംസ്ഥാനങ്ങൾ, കശ്മീർ മുതൽ കർണാടകം വരെ നീണ്ടു നിൽക്കുന്ന പ്രവിശാലമായിരിക്കുന്ന 28 സംസ്ഥാനങ്ങൾ ഏതാണ്ട് 8 നൂറ്റാണ്ടുകാലം ഭരിച്ചത് മുഗൾ ചക്രവർത്തിമാരും ഖിൽജി വംശക്കാരും അതേപോലെ തന്നെ അടിവംശ രാജാക്കന്മാരും ലോധി വംശ രാജാക്കന്മാരും ഒക്കെയാണ്. എന്നാൽ മുസ്ലിം ഭരണാധികാരികൾ മാറി മാറി ഭരിച്ച ഇന്ത്യയുടെ ഉത്തരേന്ത്യയിൽ നിന്ന് വളരെ വിഭിന്നമായ സംസ്കാരമാണ് കേരളത്തിലുള്ളത്. ഇവിടെയില്ല കേവലം 80-75% മാത്രം വരുന്ന മുസ്ലിങ്ങൾ, 75 ലക്ഷം മാത്രം വരുന്ന മുസ്ലിങ്ങൾ, 25% മുസ്ലിങ്ങൾ. ആ മുസ്ലിങ്ങൾക്ക് പരിശുദ്ധമായിരിക്കുന്ന ദീന് മനസ്സിലായതുപോലെ ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങൾക്ക്
മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. ആരാണ് ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങൾ എന്നുകൂടെ നാം ചേർത്ത് വായിക്കേണ്ടതുണ്ട്. മഹാനായ ഔറംഗസേബ് ആലംഗീർ ചക്രവർത്തിയുടെ കീഴിൽ വളർന്നു വന്ന മുസ്ലിം ജനവിഭാഗം. ഔറംഗസേബ് ആലംഗീർ ചക്രവർത്തിയെ കുറിച്ച് ഒരുപക്ഷെ ഇവിടെയുള്ള ചില ആളുകൾ തെറ്റിദ്ധാരണ പരത്തുന്നുണ്ടാകും. അവർ വിശ്വസിക്കുന്നത് അദ്ദേഹം വർഗീയവാദി എന്നാണ്, അദ്ദേഹം അന്ധനായിരുന്നു, ഒരു ഹിന്ദു വിരോധിയായിരുന്നു എന്നൊക്കെ പ്രചരിപ്പിക്കുന്നവരുണ്ടാകും. എന്നാൽ നാം മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയുണ്ട്. 1608 മുതൽ 1708 വരെ നീണ്ട 50 കാലം ഇന്ത്യ മഹാരാജ്യത്തിന്റെ അധിപനായിരുന്നു ഔറംഗസേബ് ആലംഗീർ ചക്രവർത്തി. 5 പതിറ്റാണ്ട് കാലം 50 കാലം ഇന്ത്യ ഭരിച്ച മഹാനായ നേതാവാണ്, മഹാനായ ചക്രവർത്തിയാണ് ഔറംഗസേബ്. അദ്ദേഹം ഒരു വലിയാണെന്ന് എല്ലാ പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഹനഫി മദ്ഹബിലെ നല്ല ഒരു പണ്ഡിതനായിരുന്നു, അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു വലിയായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ്? അധികാരമേറ്റെടുത്തതിനെ തന്റെ പിതാവായ ഷാജഹാൻ ചക്രവർത്തിയിൽ നിന്ന് അധികാരമേറ്റെടുത്തതിനെ ആദ്യമായി അദ്ദേഹം ചെയ്തത് ഈ രാജ്യത്തിന് വേണ്ടി, ഈ രാജ്യത്തെ പാവങ്ങൾക്ക് വേണ്ടി ആ കൊട്ടാരത്തിലുണ്ടായിരുന്ന മുഴുവൻ സ്വർണത്തിന്റെ പലകകളും അടിച്ചു മാറ്റിയിട്ട് ദാനം ചെയ്യുക എന്നുള്ളതായിരുന്നു. നർത്തകിമാരിക്കുന്ന സ്ത്രീകളെ ആ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കി എന്നുള്ളതായിരുന്നു. അതൊക്കെ അദ്ദേഹത്തെ മതവിരോധിയും അദ്ദേഹത്തെ വർഗീയവാദിയുമാക്കി തീർക്കുവാൻ ചില ചരിത്ര എഴുത്തുകാർക്ക് പ്രേരണയായി എന്നുള്ളതൊരു പരമാർത്ഥമാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ചിന്തയിൽ കടന്നു വന്നത് ഈ രാജ്യം ഒരു നയാ പൈസ പോലും ദൂർത്തടിക്കാൻ പാടില്ല എന്നുള്ളതാണ്. രാജ്യത്തിന്റെ ഖജനാവ് പൊതുജനങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചു. ഹിന്ദു എന്ന മുസ്ലിം എന്ന വ്യത്യാസമില്ലാതെ അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ ധാരാളം ഹൈന്ദവ മന്ത്രിമാരുണ്ടായിരുന്നുവെന്ന് ചരിത്രങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. പിന്നെ എങ്ങനെ അദ്ദേഹം വർഗീയവാദിയാകുന്നത്? അദ്ദേഹത്തിന് വേണമെങ്കിൽ ഈ രാജ്യത്തിന്റെ കുഞ്ചിക സ്ഥാനം മുഴുവൻ കയ്യിലുണ്ടായിട്ടും ഏത് രൂപത്തിൽ ഭരണം നിർവഹിക്കുവാനുമുള്ള സാഹചര്യം ഉണ്ടായിട്ടും ഒരിക്കൽ പോലും ഹിന്ദു വിരോധിയായിരുന്നില്ല, ഹിന്ദുക്കളോട് അനാദരവ് കാണിച്ചിരുന്നില്ല, ഹിന്ദു അമ്പലങ്ങൾ പൊളിച്ചിരുന്നില്ല. തന്റെ മന്ത്രിസഭയിൽ പ്രമുഖമായിരിക്കുന്ന സ്ഥാനം ഹൈന്ദവരായിരിക്കുന്ന മന്ത്രിമാർക്ക് നൽകിയിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ ചരിത്രം വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് അദ്ദേഹത്തെ വർഗീയവാദി എന്ന് വിളിക്കാൻ കഴിയുക? മാത്രമല്ല, ഇന്നത്തെ ഭരണാധികാരികൾക്ക് ഏറ്റവും വലിയ മാതൃകയാണ് ഔറംഗസേബ് ആലംഗീർ ചക്രവർത്തി. ഇന്നത്തെ മന്ത്രിമാർ, പല മന്ത്രിമാരും അഴിമതിയുടെ വൃത്തികെട്ട കഥകളാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത് എങ്കിൽ അഴിമതി നടത്തിയ കോടിക്കണക്കിന് രൂപ ഇവിടെ നിരത്തി വെച്ചാൽ, 1 രൂപയുടെ 2 രൂപയുടെ നോട്ടാക്കി വെച്ചാൽ ആകാശം മുട്ടെ ഉയരുന്ന രൂപത്തിലുള്ള അഴിമതിയുടെ കറപുരണ്ട കഥകളാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത് എങ്കിൽ ഈ രാജ്യത്തിന്റെ ഭരണാധികാരികൾ പഠിക്കട്ടെ. ലക്ഷക്കണക്കിന് രൂപയുടെ കോട്ടുമിട്ടുകൊണ്ട് ആളുകൾക്ക് മുമ്പിൽ പോയി വലിയ വായിൽ സംസാരിക്കുന്ന പ്രധാനമന്ത്രിമാർ കേൾക്കട്ടെ. മഹാനായിരിക്കുന്ന ഔറംഗസേബ് ആലംഗീർ ചക്രവർത്തി അദ്ദേഹം ഈ ഖജനാവിൽ നിന്ന് ശമ്പളമായി ഒരു നയാ പൈസ പോലും വാങ്ങിയിരുന്നില്ല. ഇന്ത്യയുടെ ഖജനാവിൽ നിന്ന് 50 കൊല്ലം ഭരിച്ചിട്ട് ഒരു നയാ പൈസ പോലും പ്രതിഫലമായി വാങ്ങിയാത്ത ഒരേ ഒരു രാജാവാണ് ഔറംഗസേബ് ചക്രവർത്തി. പിന്നെ എങ്ങനെയാണ് അദ്ദേഹം ജീവിച്ചത്? അദ്ദേഹത്തിന് ഒരു ഭാര്യയുണ്ട്, അതേപോലെ തന്നെ 8 മക്കളുമുണ്ട്. തന്റെ ഭാര്യയും 8 മക്കളെയും തീറ്റിപ്പോറ്റുവാൻ വൈകുന്നേരം അസുര നമസ്കാരം കഴിഞ്ഞാൽ അല്പസമയം മാറിയിരിക്കുകയാണ്. എന്നിട്ട് പരിശുദ്ധമായിരിക്കുന്ന ഖുർആൻ പകർത്തി എഴുതുകയാണ്. ആ പകർത്തി എഴുതിയ ഖുർആൻ ശരീഫ് വിറ്റുകിട്ടുന്ന കാശിന്റെ ലാഭം കൊണ്ടാണ് അദ്ദേഹം തന്റെ മക്കളെ പോറ്റിയത്. അതേപോലെ തൊപ്പി തുന്നി വിറ്റ രാജാവ്, ഖുർആൻ പകർത്തി എഴുതിയ രാജാവ്, തൊപ്പി തുന്നി വിറ്റിയ കിട്ടുന്ന ലാഭം കൊണ്ട് ജീവിച്ച രാജാവ് എന്ന ബഹുമതിയുള്ള ഒരേ ഒരു ചക്രവർത്തിയാണ് ഔറംഗസേബ് ചക്രവർത്തി. ഇലാഹിയായ ചിന്തയിലായിരുന്നു സദാസമയവും അദ്ദേഹം ജീവിച്ചിരുന്നത്. ഏറ്റവും ചുരുങ്ങിയത് 100 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാതെ അദ്ദേഹം ഉറങ്ങാറുണ്ടായിരുന്നില്ല. അതുകൊണ്ടതാണ് അദ്ദേഹം വലിയാണെന്ന് അഭിപ്രായപ്പെട്ടത്, സൂഫിയാണെന്ന് അഭിപ്രായപ്പെട്ടത്, വലിയ പണ്ഡിതനായിരുന്നു. ആ ഔറംഗസേബ് ആലംഗീർ ചക്രവർത്തി ഭരിച്ച ഇന്ത്യയുടെ ഉത്തരേന്ത്യയിൽ ഈ കേരളത്തിലേതുപോലെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരന്മാർക്ക് മതബോധമില്ല, വിദ്യാഭ്യാസമില്ല. അള്ളാഹുവിന്റെ പരിശുദ്ധമായിരിക്കുന്ന ഖുർആൻ കയ്യിൽ കൊടുത്തിട്ട് ഇതൊന്ന് പാരായണം ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ഇതെങ്ങനെയാണ് പിടിക്കേണ്ടത് എന്ന് ചോദിക്കുന്നവരുടെ ലോകമാണ് ഉത്തരേന്ത്യ. ഇതെങ്ങനെയാണ് പിടിക്കേണ്ടത്? ഖുർആൻ എങ്ങനെയാ പിടിക്കേണ്ടത്? അത് ഇടത്തുനിന്ന് വലത്തോട്ടാണോ, വലത്തുനിന്ന് ഇടത്തോട്ടാണോ പാരായണം ചെയ്യേണ്ടത് എന്ന് പോലും ഉത്തരേന്ത്യയിലെ, ഉത്തർപ്രദേശിലെ, ബീഹാറിലെ, രാജസ്ഥാനിലെ തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന രാജസ്ഥാനിലെ പോലും മുസ്ലിങ്ങൾക്ക് ഇന്നും സാധ്യമാകുന്നില്ല എന്നുള്ളിടത്താണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഏറ്റവും മഹത്തായിരിക്കുന്ന പ്രവർത്തനത്തിന്റെ ഫലങ്ങൾ ഈ കേരളത്തിൽ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാ, കേരളത്തിലെ ലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾ, 75 ലക്ഷത്തോളം വരുന്ന മുസ്ലിങ്ങൾ, ആ മുസ്ലിങ്ങളിൽ 99.9% മുസ്ലിങ്ങൾക്കും അള്ളാഹുവിന്റെ പരിശുദ്ധമായിരിക്കുന്ന ഖുർആൻ ഓതാൻ അറിയാം. പ്രായമാകേണ്ടതില്ല. 10 വയസ്സ് പ്രായമായിരിക്കുന്ന കുഞ്ഞിന്റെ കയ്യിലേക്ക് റഹ്മാനായ റബ്ബിന്റെ കിതാബ് കൊടുത്തിട്ട് മോനെ ഇതൊന്ന് പാരായണം ചെയ്യുമോ എന്ന് ചോദിച്ചാൽ തജ്വീദിന്റെ നിയമങ്ങളോടുകൂടെ മഖ്റജിൽ നിന്ന് അക്ഷരങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് മനോഹരമായിരിക്കും
ശുദ്ധമായിരിക്കുന്ന ഭാഷ്യത്തോടുകൂടെ നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കൾ പോലും ഖുർആൻ ഓതുകയാണ്. എന്താണ് അതിന്റെ കാരണം? അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ അസ്തിവാരമിട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ദീർഘവീക്ഷണത്തിന്റെ ഫലമായുള്ള പ്രവർത്തനങ്ങളാണ്. ഒരു ഭാഗത്ത് 9700ഓളം മദ്രസകൾ, അതേപോലെ ധാരാളം അറബി കോളേജുകൾ, ഇസ്ലാമിക് യൂണിവേഴ്സിറ്റികൾ, യതീംഖാനകൾ, പരിശുദ്ധമായിരിക്കുന്ന 10,000-കണക്കിന് മസ്ജിദുകൾ, ഇതെല്ലാം സമസ്തക്ക് അവകാശപ്പെടാൻ കഴിയുന്നതാണ്. ആകാശത്തിന്റെ ചുവട്ടിൽ ഭൂമിക്ക് മുകളിൽ ഇത്രയും വിശാല വിസ്തൃതമായിരിക്കുന്ന വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ നടത്തുന്ന വേറൊരു ഏജൻസി ഇല്ല എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. സൗദി അറേബ്യയിലില്ല, ഇന്തോനേഷ്യയിലില്ല, മലേഷ്യയിലില്ല, ലോകത്തൊരു രാഷ്ട്രങ്ങളിലുമില്ല. ഈ കൊച്ചു കേരളത്തിലാണ് ചേളാരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട 9700-ലധികം മദ്രസകൾ, അവിടെ പഠിക്കുന്ന 12 ലക്ഷത്തിലധികം കുരുന്നു മക്കൾ, 1 ലക്ഷം നിഷ്കാമ കർമ്മികളായിരിക്കുന്ന ഉസ്താദുമാർ. അതാണ് സമസ്തയുടെ ഏറ്റവും വലിയ സേവനം, ഏറ്റവും വലിയ സംഭാവന എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതോടൊപ്പം തന്നെ നോക്കൂ നിങ്ങൾ, 90 കൊല്ലം മുന്നേ സമസ്തയുടെ ഉലമാക്കൾ തീരുമാനിച്ചു ഇസ്ലാമിക വിശ്വാസത്തിന്റെ വിരുദ്ധമാകാത്ത രൂപത്തിലുള്ള ഭൗതിക വിദ്യാലയങ്ങൾ തുടങ്ങുവാനും അതിന് വേണ്ടുന്ന പ്രോത്സാഹനങ്ങൾ കൊടുക്കുവാനും സമസ്ത മുൻകൈ എടുക്കുമെന്ന് 90 കൊല്ലം മുന്നേ സമസ്തയുടെ ഉലമാക്കൾ തീരുമാനിച്ചതാണ്. ഇന്ന് 2017 ഈ മനോഹരമായിരിക്കുന്ന രാവിൽ നാം അവർ സ്മരിച്ചുകൊണ്ട് അവർക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് സ്മരിക്കുന്നത് ഈ കേരളത്തിലെ ഏറ്റവും നല്ല എഞ്ചിനീയറിംഗ് കോളേജ് ഏതാണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ അഭിമാനത്തോടുകൂടി നമുക്ക് ഉത്തരം പറയാൻ കഴിയും. അത് പെരിന്തൽമണ്ണയിലെ MEA എഞ്ചിനീയറിംഗ് കോളേജാണ്. കേരളത്തിൽ ധാരാളം വിദ്യാഭ്യാസ ഏജൻസികളുണ്ട്. NSS, SNDP, അതേപോലെ തന്നെ MES, MSS, ക്രിസ്ത്യൻ സഭകൾ, അവരൊക്കെ ധാരാളം വിദ്യാലയങ്ങൾ നടത്തുന്നു. നാം അവരെയൊന്നും ചെറുതാക്കി കാണുകയില്ല, അവരെ കൊച്ചാക്കി കാണാൻ ആഗ്രഹിക്കുകയുമില്ല. എന്നാൽ ശാന്തമായ ക്യാമ്പസ്, ഏതൊരു രക്ഷിതാവിനും തന്റെ പ്രിയപ്പെട്ട മക്കളെ ഉന്നതമായിരിക്കുന്ന വിദ്യാഭ്യാസം നൽകാൻ വേണ്ടി സമാധാനത്തോടുകൂടെ ഒരു കഴുക കണ്ണിൽ നിന്നും ഒരു കഴുകന്റെ കയ്യിലും അകപ്പെടാതെ സുരക്ഷിതമായി ആധുനിക വിദ്യാഭ്യാസം നൽകുവാൻ ഏറ്റവും നല്ല പര്യാപ്തമായിരിക്കുന്ന കലാലയമായി MEA എഞ്ചിനീയറിംഗ് കോളേജ് ഉയർന്നിരിക്കുകയാണ്. അത് നടത്തുന്നത് ആരാണ്? MEA എഞ്ചിനീയറിംഗ് കോളേജ്. ഒരു കാലഘട്ടത്തിൽ ആരാന്റെ വീട്ടിലെ വെള്ളം കോരുകളും ചെരുപ്പ് തുല്ലികളും വിറകുവെട്ടികളുമായി അധപതിച്ചു പോയിരുന്ന പിന്നാക്കത്തിന്റെ ഭാരം പേറിയിട്ട് ആളുകളുടെ മുമ്പിൽ പരിഹാസ്യ കഥാപാത്രമായിരുന്ന ഒരു തലമുറയാണ് കയ്യിൽ പേന കൊടുത്ത് പഠിക്കൂ മക്കളെ എന്ന് പറഞ്ഞപ്പോ പഠിച്ചു മിടുക്കരായി. നമുക്കറിയാം, നമ്മുടെ കണ്ണിൽ മുസ്ലിംമാരെന്ന് പറഞ്ഞാൽ, ഉലമാക്കൾ എന്ന് പറഞ്ഞാൽ പഴഞ്ചന്മാരാണ്. പലർക്കും തലപ്പാവ് ധരിച്ച, താടി വെച്ച, വെള്ളക്കുപ്പായം ധരിച്ച, കൃത്യമായി മലയാള ഭാഷ പോലും ഉച്ചരിക്കാൻ കഴിയാത്ത ഒരു സംഘം ആളുകളായി ചിത്രീകരിക്കുന്നവർ മുമ്പിലാണ്. നിങ്ങളാണല്ലോ നവോത്ഥാനം എന്ന് സ്നേഹത്തോടുകൂടെ ചോദിച്ചിട്ട് നമുക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് MEA എഞ്ചിനീയറിംഗ് കോളേജ് പോലത്തെ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് നടത്തുവാൻ ഇന്ന് വരെ സാധിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ട് സാധിക്കുന്നില്ല? കാരണം അതിന്റെ പിന്നിൽ തഖ്വയുണ്ട്, അതിന്റെ പിന്നിൽ വലിയ ലക്ഷ്യമുണ്ട്. നോക്കൂ നിങ്ങൾ, MEA എഞ്ചിനീയറിംഗ് കോളേജ് മഹത്തായിരിക്കുന്ന പട്ടിക്കാട് ജാമിഅ നൂറിയ അറബി കോളേജിന്റെയും ജംഇയ്യത്തുൽ മുഅല്ലിമീന്റെയും ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുകയാണ്. ഈ കേരളത്തിലെ ഏറ്റവും നല്ല മതസാഹോദര്യമുള്ള സൗഹാർദ്ദമുള്ള കലാലയമായി ഏതൊരു പിതാവിനും ഹിന്ദുവെന്ന മുസ്ലിമെന്ന് ക്രൈസ്തവരെന്ന് വ്യത്യാസമില്ലാതെ ഏകോദര സഹോദരങ്ങളെ പോലെ പർദ്ദ ധരിച്ച പെൺകുട്ടികൾ വരുന്നു, മഫ്ത ധരിച്ച പെൺകുട്ടികൾ വരുന്നു, കുരിശുമാല ചാർത്തിയവർ വരുന്നു, കളഭം തൊട്ടവർ വരുന്നു. അങ്ങനെ എല്ലാവരും ഒരു കൊടക്കീഴിൽ ഇന്ത്യ ആഗ്രഹിക്കുന്ന മതേതരത്വത്തിന്റെ സുന്ദരമായിരിക്കുന്ന ഒരു പ്രഹേളികയായി, ഒരു ദർപ്പണമായി നമുക്ക് കാണാൻ കഴിയുകയാണ് MEA എഞ്ചിനീയറിംഗ് കോളേജിനെ. ഇത് നൽകുന്ന സൂചന എന്താണ്? സമസ്തയുടെ ഉലമാക്കൾ 90 കൊല്ലം മുന്നേ ആഗ്രഹിച്ചത് ഇന്നത്തെ തലമുറ പ്രാവർത്തികമാക്കിയിരിക്കുന്നു. അതിന്റെ പിന്നിൽ അടിയുറച്ച് കടിഞ്ഞാൻ പിടിച്ച് ശക്തമായി നിലകൊണ്ട മഹാനായ PM ബാപ്പു മുസ്ലിയാർ അള്ളാഹു അവിടുത്തെ പരലോക ദർജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. ഇതൊരു ഭാഗത്ത് ഒരു വിദ്യാലയത്തിന്റെ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ കഥയാണെങ്കിൽ, ഈ ഇന്ത്യ രാജ്യത്ത് 3 ജില്ലാ കലക്ടർമാർ സമസ്തക്കാരാണ്. ഈ ഇന്ത്യ രാജ്യത്ത് 3 ജില്ലാ കലക്ടർമാർ സമസ്തക്കാരാണ്. ആരൊക്കെയാണത്? അബൂബക്കർ സിദ്ദീഖ്, ജഅഫർ സാദിഖ്, മുഹമ്മദ് അലി ശിഹാബ്. 3 പേരും നമുക്ക് അവകാശപ്പെടാം, അഭിമാനത്തോടുകൂടി അവകാശപ്പെടാം. അവർ സുന്നികളാണ്, അവർ സമസ്തക്കാരാണ്, അവർ SKSSFകാരാണ്. SKSSFന്റെ തണലിലാണ്, സമസ്തയുടെ തണലിലാണ്, സമസ്തയുടെ സഹായത്തിലാണ്, സമസ്തയുടെ നിർലോഭമായിരിക്കുന്ന പിന്തുണയിലാണ് ആ 3 ചെറുപ്പക്കാരും പഠിച്ച് ഇന്ത്യയിലെ ഏതൊരു വിദ്യാർത്ഥിയും സ്വപ്നം കാണുന്ന ഉന്നതമായിരിക്കുന്ന സിവിൽ സർവീസ് കരസ്ഥമാക്കുകയും അതിലൂടെ ഇന്ത്യയുടെ ഭരണം കൈയാളുന്ന 3 ജില്ലയുടെ കലക്ടർമാരായി. അതിൽ ഒരാൾ ജഅഫർ സാദിഖ് എന്ന് പറയുന്ന ജില്ലാ കലക്ടറാണ്. നമ്മുടെ തൊട്ടപ്പുറത്തുള്ള സംസ്ഥാനമായിരിക്കുന്ന കർണാടക, ആ കർണാടകയിലെ മൈസൂരിന്റെ അപ്പുറത്തുള്ള മാണ്ഡ്യ എന്ന് പറയുന്ന ജില്ലയുടെ കലക്ടർ കഴിഞ്ഞ എത്രയോ കൊല്ലമായി ചാർജ് എടുത്ത അന്ന് മുതൽ ഇന്ന് വരെ അവിടെയുള്ള 5 വയസ്സുള്ള കുഞ്ഞിനോട് പോലും മോനെ നിന്റെ ജില്ലാ കളക്ടറാണെന്ന് ചോദിച്ചാൽ, ഹൂ ഈസ് യുവർ ഡിസ്ട്രിക്ട് കളക്ടർ എന്ന് ചോദിച്ചാൽ അഭിമാനത്തോടുകൂടെ പറയുന്നു, ഞങ്ങളുടെ ജില്ലാ കളക്ടർ ജഅഫർ സാദിഖ് ഹേ, ഞങ്ങളുടെ ജില്ലാ കളക്ടർ ജഅഫർ സാദിഖ് ആണെന്ന്. സുമുഖനായ ചെറുപ്പക്കാരൻ, സുന്ദരനായ ചെറുപ്പക്കാരൻ, സക്രിയമായി
ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ചെറുപ്പക്കാരൻ. എവിടെയാണോ കറണ്ട് ഇല്ലാത്തത് അവിടെ കറണ്ട്, എവിടെയാണോ റോഡില്ലാത്തത് അവിടെ റോഡ്, എവിടെയാണോ പട്ടിണി കിടക്കുന്നവർ അവിടെ ഭക്ഷണം. അങ്ങനെ ജനമനസ്സുകളിൽ സ്ഥാനം നേടുവാൻ ജഅഫർ സാദിഖിനും അബൂബക്കർ സിദ്ദീഖിനും മുഹമ്മദ് അലി ശിഹാബിനും കഴിഞ്ഞുവെങ്കിൽ അതാണ് സമസ്ത ഈ രാജ്യത്ത് കാണിച്ച സേവനം എന്നുള്ളത് ഞങ്ങൾക്ക് വിനയത്തോടുകൂടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇനി എന്റെ പ്രിയപ്പെട്ടവരെ തീരുന്നില്ല. സമസ്തയുടെ ഉലമാക്കൾ ഇംഗ്ലീഷ് ഭാഷ അറിയാത്തവരാണെന്നല്ലേ പറയുന്നത്. സമസ്തയുടെ മക്കൾക്ക് ഇംഗ്ലീഷ് അറിയില്ല, അവർ പഴഞ്ചനാണ്, അവർ യാഥാസ്ഥിതികരാണ്. എന്നാൽ നിങ്ങൾക്കറിയുമോ, ലോകത്തെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും പ്രഗത്ഭമതികളായിരിക്കുന്ന ശാസ്ത്രകാരന്മാർ, അതേപോലെ തന്നെ ഉത്തരവാദപ്പെട്ട വലിയ വലിയ നിയമപരിജ്ഞാനികൾ, അതേപോലെ ഗുരുവര്യന്മാർ, അവർ റഫർ ചെയ്യുന്ന ആധികാരികമായ ഡിക്ഷണറിയാണ് ഓക്സ്ഫോർഡ് ഡിക്ഷണറി. ആ ഓക്സ്ഫോർഡ് ഡിക്ഷണറി ലോകത്തുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളിലെയും ആധികാരികമായിരിക്കുന്ന രേഖയാണ്. ഇന്ത്യയിലെ മാത്രമല്ല, അമേരിക്കയിലെ, യൂറോപ്പിലെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും വലിയ ശാസ്ത്രകാരന്മാർ, സാഹിത്യകാരന്മാർ, വിജ്ഞാന കുതുബികൾ എല്ലാവരും ആധികാരികമായി റഫർ ചെയ്യുന്ന ഉത്തരവാദപ്പെട്ട ഡിക്ഷണറിയാണ് ഓക്സ്ഫോർഡ് ഡിക്ഷണറി. ആ ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ തെറ്റ് കണ്ടുപിടിക്കുവാൻ, ആ ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ കഴിഞ്ഞ പതിറ്റാണ്ടുകളായി ഒരു വലിയ തെറ്റുണ്ട് എന്നറിയാതെ സകല വിദ്യാഭ്യാസ കുതുബികളും അതിനെ കൈകാര്യം ചെയ്യേണ്ടതാണ്. ഇതിന്റെ അകത്ത് മാരകമായിരിക്കുന്ന ഒരു തെറ്റുണ്ട്, ഒരു വലിയ പിഴയുണ്ട് എന്ന് കണ്ടുപിടിക്കുവാൻ ചെമ്മാട് ദാറുഹുദയിൽ നിന്ന് ഹുദവി ബിരുദം കരസ്ഥമാക്കി പുറത്തിറങ്ങിയ അബ്ദുല്ലൂർ എന്ന് പറയുന്ന ഹുദവിക്ക് സാധിച്ചത് എന്നുള്ളതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹത്വം നാം തിരിച്ചറിയേണ്ടത്. അബ്ദുല്ലൂർ എന്ന ഹുദവിക്ക് കഴിഞ്ഞു ആ ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിലെ തെറ്റ് ചൂണ്ടിക്കാണിക്കുവാൻ. അതിന്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ അദ്ദേഹത്തെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട്, അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ട് ധാരാളം ലെറ്ററുകൾ അയച്ചതിന്റെ തെളിവുകൾ നമ്മുടെ കൈവശമുണ്ടായിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഉത്തരവാദപ്പെട്ട ഒരു ഡിക്ഷണറിയിലെ തെറ്റുപോലും ചൂണ്ടിക്കാണുന്നിടത്തേക്ക്, അതും ഇംഗ്ലീഷ് ആംഗ്ലേയ ഭാഷയിലെ ഒരു തെറ്റുപോലും ചൂണ്ടിക്കാണിക്കുന്നിടത്തേക്ക് സമസ്തയുടെ മക്കൾ വളർന്നു എന്നുള്ളതാണ് സമസ്ത വിജയിക്കുന്നത്. അവസാനമായി 5ാമത്തെ ലക്ഷ്യം, ടു വർക്ക് ഫോർ ദി വെൽഫെയർ ആൻഡ് പ്രോഗ്രസ് ഓഫ് ദി മുസ്ലിം സൊസൈറ്റി ഇൻ ജനറൽ ബൈ എലിമിനേറ്റിംഗ് സൂപ്പർസ്റ്റേഷൻ, ഇമ്മൊറാലിറ്റി ആൻഡ് ഡിസ്യൂണിറ്റി. മുസ്ലിം സമുദായത്തിന്റെ അകത്തുള്ള അധർമ്മങ്ങൾക്കെതിരെ, അനൈക്യങ്ങൾക്കെതിരെ, അനാശ്വാസ പ്രവർത്തനങ്ങൾക്കെതിരെ ഈ സമുദായത്തെ ബോധവൽക്കരിച്ചുകൊണ്ട് അവരെ പുരോഗതിയിലെത്തിക്കുക എന്നുള്ളതാണ് സമസ്തയുടെ 5ാമത് ലക്ഷ്യം. ഈ 5ാമത് ലക്ഷ്യവും പൂവണിഞ്ഞതിന്റെ ചാരിതാർത്ഥത്തിലാണ് ഞാനും നിങ്ങളും ഇരിക്കുന്നത്. പരിശോധിച്ചു നോക്കൂ പ്രിയപ്പെട്ടവരെ, സമസ്ത ഇല്ലായിരുന്നുവെങ്കിൽ, SKSSF ഇല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ അകത്തളങ്ങളിൽ, നമ്മുടെ വീടുകളിൽ പരിശുദ്ധമായ സംസം വെള്ളത്തേക്കാൾ പവിത്രത കൽപ്പിച്ചുകൊണ്ട് ഏതോ ഒരു പെണ്ണിന്റെ മുടിമുക്കിയ വെള്ളം കൊണ്ടുപോയി നമുക്കുമായിരുന്നില്ലേ? മരിക്കാൻ കിടക്കുന്ന പ്രിയപ്പെട്ട മാതാവിന് ബഹുമാനത്തോടെ സ്നേഹത്തോടുകൂടെ ഏതോ ഒരു പെണ്ണിന്റെ തെരുവുമുടി കൊണ്ടുപോയി മുക്കിയ വെള്ളം കൊടുക്കുമായിരുന്നില്ലേ? എത്രയോ ആളുകൾ അകപ്പെട്ടു പോയില്ലേ? SKSSFന്റെ ചുണക്കുട്ടികൾ മുന്നോട്ട് വന്നപ്പോ, സമസ്തയുടെ ഉലമാക്കൾ നിർലോഭമായ പിന്തുണ കൊടുത്തപ്പോ, കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ആ മുടി അമ്മുവിന്റെ മുടിയാണ്, അത് മുക്കിയ വെള്ളം കുടിക്കരുതേ, അത് സ്വീകരിക്കരുതേ, ഇത് ഏറ്റവും വലിയ പാതകമാണ്, ഇത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാണിജ്യവൽക്കരിക്കലാണ് എന്ന് ഒരുപാട് എതിർപ്പുകൾ ഉണ്ടായിട്ടും തുറന്നു പറയുവാൻ സമസ്തയുടെ മക്കൾക്ക് മാത്രമാണ് സാധിച്ചത്. ഇന്നും പേഴ്സണലായി വിഘടിത വിഭാഗത്തിൽ പ്രവർത്തകരോട് ചോദിക്ക്, ഞങ്ങളൊക്കെ അംഗീകരിക്കാം ഉസ്താദിനെ, പക്ഷെ മുടി ഞങ്ങൾ അംഗീകരിക്കൂല, മുടിമുക്കിയ വെള്ളം ഞങ്ങൾ കൊടുക്കൂല, അത് ഞങ്ങൾക്ക് തന്നെ സംശയമുണ്ട്. ഇങ്ങനെ ആ SSFകാരനെ കൊണ്ട് പറയിപ്പിച്ചത് SKSSF ആണ്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. തിരുത്തിക്കേണ്ടവരെ തിരുത്തിക്കുവാൻ സമസ്തയുടെ ആർജവമുള്ള നേതാക്കന്മാർക്കും അനുയായികൾക്കും സാധിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവുകളാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. എന്റെ പ്രിയപ്പെട്ടവരെ, അതാണ് സമസ്ത അജയ്യമായി നിൽക്കുന്നതിന്റെ 1ാമത്തെ ലക്ഷ്യം. 5 ലക്ഷ്യങ്ങൾ മുന്നോട്ട് വെച്ചു. ആ 5 ലക്ഷ്യങ്ങളും വളരെ സുതാര്യമായി അതിന്റെ പ്രവർത്തനങ്ങൾ ചാലക ശക്തിയോടുകൂടെ നിയന്ത്രിച്ചുകൊണ്ട് മുന്നോട്ട് പോയപ്പോഴാണ് ഈ കേരളത്തിൽ സമസ്ത അജയ്യമായി നിലനിൽക്കുന്നത്. സമസ്ത അജയ്യമാകുന്നതിന്റെ 2ാമത്തെ ലക്ഷ്യം, പരമപ്രധാനമായിരിക്കുന്ന ലക്ഷ്യം, അതിന് അസ്ഥിവാരമിട്ടത് ഏതെങ്കിലും അഡ്വക്കറ്റുമാരല്ല, അതിന് അസ്ഥിവാരമിട്ടത് ഏതെങ്കിലും വക്കീലുമാരല്ല, അതിന് അസ്ഥിവാരമിട്ടത് ഏതെങ്കിലും അവിശ്വാസികളുമല്ല. പിന്നെ ആരാണ് അതിന് അസ്ഥിവാരമിട്ടത്? അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരാണ്. നിഷ്കാമകർമ്മികളായ, നിസ്വാർത്ഥനായ ആലിമീങ്ങളാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാക്ക് അസ്ഥിവാരമിട്ടത്. അഥവാ ഒരു കാലഘട്ടത്തിന്റെ മുജദ്ദിദായിരുന്ന മഹാനായ ബാലവി വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഈ സമുദായം ബിദ്അത്തിന്റെ പിന്നാലെ പോകുന്നു എന്ന് കണ്ടപ്പോഴാണ് അള്ളാഹുവിന്റെ വലിയായിരിക്കുന്ന മഹാനായ വരക്കൽ തങ്ങൾ കോഴിക്കോട്ടേക്ക് വിളിച്ചുകൂട്ടിയത് മുസ്ലിം പണ്ഡിതന്മാരെ, പ്രമാണിമാരെ, സാദാത്തുകളെ. അവിടെ വെച്ച് 1.25 മണിക്കൂർ നേരം അദ്ദേഹം ദുആ ചെയ്തു. ഐതിഹാസികമായ പ്രാർത്ഥന, 1.25 മണിക്കൂറിലധികം നീണ്ടുനിന്ന പ്രാർത്ഥന. ആ പ്രാർത്ഥന ദീർഘിച്ചു പോയതിന്റെ പേരിൽ ഒരാൾ പോലും അസഹ്യത പ്രകടിപ്പിച്ചില്ല. അവരെല്ലാവരും കണ്ണുനീർ ഒലിപ്പിച്ചുകൊണ്ട് ആമീൻ പറഞ്ഞത്. ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ ആ പ്രാർത്ഥന അവസാനിപ്പിച്ചത് 3 കാര്യങ്ങൾ രാജാതിരാജനായ
റബ്ബിനോട് ചോദിച്ചുകൊണ്ടാണെന്ന് ഉലമാക്കൾ എഴുതി വെച്ചിട്ടുണ്ട്, നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഏതാണ് ആ 3 കാര്യങ്ങൾ? അല്ലാഹുവേ, ഞങ്ങൾ ഇവിടെ രൂപീകരിക്കുന്ന ഈ പ്രസ്ഥാനം നിന്റെ പരിശുദ്ധമായ ദീന് കാക്കാൻ വേണ്ടിയാണ് തമ്പുരാനെ. 14 നൂറ്റാണ്ടുകാലമായി ഈ കേരളത്തിൽ, ഇന്ത്യ രാജ്യത്ത് നിർബാധം തുടർന്നു വരുന്ന പരിശുദ്ധമായിരിക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങൾക്ക് വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ അത് സംരക്ഷിക്കുവാനും കാവൽ നിൽക്കുവാനും വരും തലമുറക്ക് കൈമാറി കൊടുക്കുവാനും വേണ്ടിയാണ് റബ്ബേ ഞങ്ങൾ ഈ മഹിതമായിരിക്കുന്ന പ്രസ്ഥാനം രൂപീകരിക്കുന്നത്. ഇതിനെ നീ ഖിയാമത്ത് നാൾ വരെ തകർക്കരുതേ റഹ്മാനെ, ഇതിനെ നീ ഖിയാമത്ത് നാൾ വരെ തകർക്കരുതേ തമ്പുരാനെ. അള്ളാഹുവിന് ചില ഇഷ്ടദാസന്മാരുണ്ട്, അവർ അള്ളാഹുവിനെ സത്യം ചെയ്തുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞാൽ അത് അള്ളാഹു അങ്ങ് നിറവേറ്റി കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സമസ്തയെ വേദനിപ്പിക്കാൻ വരുന്നവരോട്, സമസ്തയെ എഴുത്താൻ വരുന്നവരോട്, സമസ്തയെ തകർക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ചിഹ്നം വിളിച്ചു വരുന്നവരോട് ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, ചരിത്രത്തിന്റെ ഖബർസ്ഥാനിലേക്കൊന്ന് നോക്ക്, ചരിത്രത്തിന്റെ ഇന്നലകളിൽ മറഞ്ഞുപോയ മീസാൻ കല്ലുകളൊന്ന് നോക്ക്. എത്രയോ മുൻഗാമികൾ നിങ്ങളെക്കാൾ വലിയ വായും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ തകർക്കാൻ വേണ്ടി ഇവിടെ ഗർജിച്ചു കൊണ്ടുവന്നപ്പോ അവരെല്ലാവരും നശിച്ചു നാമാവശേഷമായ കഥയല്ലാതെ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയില്ല, സമസ്തയെ തകർക്കാൻ കഴിയില്ല. ഇത് ബഹുമാനപ്പെട്ട വരക്കൽ തങ്ങളുടെ പ്രാർത്ഥനയാണ്. അല്ലാഹുവേ, ഖിയാമത്ത് നാൾ വരെ നീ നിലനിർത്തണേ തമ്പുരാനെ. രണ്ടാമത്തെ പ്രാർത്ഥന, റഹ്മാനായ റബ്ബേ, ഈ മഹത്തായിരിക്കുന്ന പ്രസ്ഥാനത്തിന് രാപ്പകൽ ഭേദമന്യേ അധ്വാനിക്കുന്ന അനുയായികൾ, സഹോദരന്മാർ, സഹോദരിമാർ, പ്രിയപ്പെട്ട മക്കൾ, അവർക്ക് 2 ലോകത്തും നീ ഖൈർ കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങൾ ഉപ്പാപ്പ ദുആ ചെയ്തു SKSF-കാർക്ക് വേണ്ടി, SBB-കാർക്ക് വേണ്ടി, സമസ്തയുടെ ഓരോ പ്രവർത്തകന്മാർക്ക് വേണ്ടിയും ഉലമാക്കൾക്ക് വേണ്ടി, സാധാരണക്കാർക്ക് വേണ്ടി. അല്ലാഹുവേ, ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നവർ, ഇതിന്റെ കൊടികെട്ടുന്നവർ, ഇതിന്റെ പോസ്റ്റർ ഒട്ടിക്കുന്ന ആളുകൾ, ഇതിനു വേണ്ടിയിട്ട് ഖിദ്മത്ത് ചെയ്യുന്ന ആളുകൾ, അവരുടെ 2 ലോകത്തും നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. തങ്ങൾ ഉപ്പാപ്പ ദുആ ചെയ്തു നമുക്ക് അഭിമാനത്തോടുകൂടെ ധൈര്യത്തോടുകൂടെ മുന്നോട്ട് പോകാം. അല്ലാഹു സ്വീകരിച്ച പ്രാർത്ഥനയാണ്. മൂന്നാമത്തെ പ്രാർത്ഥന, റഹ്മാനായ റബ്ബേ, ലോകത്തുള്ള സുന്നത്ത് ജമാഅത്ത് ഛിന്ന ഭിന്നമാകുന്ന ഒരു കാലഘട്ടത്തിൽ, മുസ്ലിം സമുദായം ഛിന്ന ഭിന്നമാകുന്ന ഒരു കാലഘട്ടത്തിൽ, ഖിയാമത്ത് നാൾ ആസന്നമാകുന്ന സമയത്ത് ലോക മുസ്ലിങ്ങളെ ഏകോപിപ്പിക്കുവാൻ വേണ്ടി, ഒറ്റക്കെട്ടായി ഒരു കൊടിക്കീഴിൽ അണിനിർത്താൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നോമന പൗത്രൻ ഇമാം മഹ്ദി തങ്ങൾ ആഗതമാകുമല്ലോ. വിശുദ്ധമായ ഹറം ഷരീഫിൽ നിന്ന് അദ്ദേഹം പ്രയാണം ആരംഭിക്കുമല്ലോ. ഇന്ത്യയിൽ വരും, അതേപോലെ ലോകത്തിന്റെ എല്ലാ രാഷ്ട്രങ്ങളിലും പോകും. അങ്ങനെ ഇന്ത്യയിലേക്ക് വരുമ്പോ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അന്നത്തെ നേതാക്കന്മാർക്കും അന്നത്തെ അനുയായികൾക്കും സമസ്തയുടെ പതാകയും പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പിന്നിൽ പോയി നിൽക്കാൻ നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ എന്ന് സയ്യിദ് ബാലവി വരക്കൽ മുല്ലക്കോയ തങ്ങൾ അന്ന് ദുആ ചെയ്തു. എന്താ ദുആ ചെയ്തത്? അല്ലാഹുവേ, സമസ്തയുടെ നേതാക്കന്മാർക്ക്, സമസ്തയുടെ അനുയായികൾക്ക് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പതാകയും പിടിച്ചുകൊണ്ട് ഇമാം മഹ്ദിയുടെ പിന്നിൽ പോയി നിൽക്കാൻ നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ എന്ന്. കഴിഞ്ഞ പതിറ്റാണ്ടുകളോളം കാലമായി ഒരു പതാക ആകാശത്തിൽ ഇങ്ങനെ പാറിപ്പറക്കുന്നുണ്ട്. അത് കേവലം ഒരു തുണികഷ്ണമല്ല, 3 നിറങ്ങൾ തുന്നിച്ചേർത്ത കേവലം ഒരു തുണികഷ്ണമല്ല. അത് ആത്മീയതയുടെ മനോഹരമായിരിക്കുന്ന, പട്ടിൽ പൊതിഞ്ഞ മനോഹരമായിരിക്കുന്ന പതാകയാണ്. ആത്മീയതയാണ് ആ പതാക. അത് പവിത്രമായ പതാകയാണ്, അത് പരിശുദ്ധമായ പതാകയാണ്. അത് മഹാന്മാരായ ഔലിയാക്കന്മാർ പിടിച്ച പതാകയാണ്, കണ്ണിയത്ത് ഉസ്താദ് പിടിച്ച പതാകയാണ്, ശൈഖുനാ ശംസുൽ ഉലമ പിടിച്ച പതാകയാണ്, ബാഫഖ് തങ്ങൾ പിടിച്ച പതാകയാണ്, അക്കോയക്കുത്ത് ഉസ്താദ് പിടിച്ച പതാകയാണ്, സയ്യിദ് പൂക്കോയ തങ്ങൾ പിടിച്ച പതാകയാണ്, അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പിടിച്ച പതാകയാണ്, സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ പിടിച്ച പതാകയാണ്. അവസാനമായി മഹാനായ ശൈഖുനാ TM ബാപ്പു മുസ്ലിയാർ റളിയല്ലാഹു മർക്കദ നെഞ്ചോട് ചേർത്ത് പിടിച്ച ആകാശത്തിലേക്ക് ഉയർത്തിയ പതാകയാണ്. ആ പതാകയുടെ നിറം മാറ്റുവാൻ ഒരാളും നമുക്ക് അനുവാദം നൽകിയിട്ടില്ല. ആ പതാകയുടെ നിറം മാറ്റുവാൻ ഒരാളും നമുക്ക് അനുവാദം നൽകിയിട്ടില്ല. ഉലമാക്കൾ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തീരുമാനിച്ചു. അങ്ങകലെ അജ്മീർ ദർജയിൽ ഖാജാ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറയിൽ നിന്ന് ആദരവോടെ പ്രാർത്ഥിച്ച് ബഹുമാനിച്ച് കേരളത്തിലേക്ക് കൊണ്ടുവന്ന് അവസാനം ഇമാം മഹ്ദിയുടെ കയ്യിലേക്ക് എത്തുന്ന ആ സമസ്തയുടെ പതാക, ആ സമസ്തയുടെ പതാകയുടെ കളറുകൾ 3 അത് ചുമപ്പല്ല പ്രിയപ്പെട്ടവരെ ഇടതുഭാഗത്തുള്ളത്. ചുമന്ന പതാകയല്ല സമസ്തയുടെ ഉലമാക്കൾ പിടിച്ച പതാക. ഔലിയാക്കൾ പിടിച്ച പതാകയുടെ ഇടതുഭാഗത്തുള്ള കളറ് നമ്മുടെ വീടുകളിലെ മാവ് കണ്ടിട്ടില്ലേ? ആ മാവിന്റെ മുകൾ ഭാഗത്തുള്ള ഇളം മാന്തൽ ഇല കണ്ടിട്ടില്ലേ? ഇളം മാന്തൽ ഇല, ആ ഇലയുടെ നിറമാണ് സമസ്തയുടെ പതാകയ്ക്കുള്ളത്. അതിന്റെ വലതുഭാഗത്തുള്ള വെള്ള തുണി, വെള്ള നിറം, അതിന്റെ താഴെ പച്ച നിറം. ആ വെള്ള പ്രതലത്തിൽ പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധമായിരിക്കുന്ന റൗളാ ശരീഫിൽ ലേഖനം ചെയ്തിട്ടുണ്ട്. ആ റൗളാ ശരീഫിന്റെ നിറം പച്ചയല്ല, ആ റൗളാ ശരീഫിന്റെ നിറം നീലയാണ്. ഇത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ യോഗം ചേർന്നുകൊണ്ട് മാറ്റാൻ പറ്റുന്നതല്ല. ഇത് ഉലമാക്കൾ നമുക്ക് ഒരുപാട് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് നൽകിയ പതാകയാണ്. ഈ പതാക
പതാകയാണ് ഇമാം മഹദിയുടെ കയ്യിലെത്തുക. ഏത് ആവേശത്തിന്റെ പേര് പറഞ്ഞിട്ട് കൈ ഉയർത്തിയിട്ട് കൊടി ഉയർത്തിയിട്ട് ഇതാണ് ഞങ്ങളുടെ പതാക എന്ന് പറഞ്ഞാലും മക്കളെ, ഇതൊക്കെ അരവിന്ദാക്ഷമേനോൻ കൈമാറിയ പതാകയാണ്. അത് ഇമാം മഹദിയുടെ കയ്യിലെത്തുന്ന പതാകയല്ല. ഇമാം മഹദിയുടെ കയ്യിലെത്തുന്ന പതാക അത് വരക്കൽ തങ്ങൾ ഉയർത്തിയ പതാകയാണ്, പാഞ്ഞിലവറുകൾ ഉയർത്തിയ പതാകയാണ്, കണ്ണിയത്തോട് പിടിച്ച പതാകയാണ്, ശംസുൽ ഉയർത്തിയ പതാകയാണ്. അവസാനമായി സമസ്തയുടെ മഹാനായ നേതാവ് ബാപ്പു ഉസ്താദ് നെഞ്ചോട് ചേർത്ത് പിടിച്ച പതാകയാണ്. ആ പതാക നീ ഇമാം മഹദിയുടെ കയ്യിലെത്തിക്കണേ തമ്പുരാനെ എന്ന് ദുആ ചെയ്തു. മഹാനായിരിക്കുന്ന വരക്കൽ അലവി മുല്ലക്കോയത്തങ്ങൾ ഇത് ഇർജുവായ പാതയാണ്, ഇത് സിറാത്തുൽ മുസ്തഖീമാണ്. ഈ പാതയിൽ നിന്നവരെല്ലാം, ഈ പാതയിൽ ജീവിച്ചവരെല്ലാം, ഈ പാതയിലൂടെ ത്യാഗോജ്വലമായി ജീവിതം ധന്യമാക്കിയവരെല്ലാം ഈ ലോകത്തിൽ നിന്ന് നമ്മുടെ കൺവെട്ടത്തുകൂടെ വിട പറഞ്ഞു പോയത് നമുക്ക് കണ്ടതാണല്ലോ. പിഴച്ചുപോയ പ്രസ്ഥാനമായിരുന്നുവെങ്കിൽ, ഈ പ്രസ്ഥാനം ബിദ്അത്തിന്റെ പ്രസ്ഥാനമായിരുന്നുവെങ്കിൽ, ഈ പ്രസ്ഥാനം ശിർക്കിന്റെ കൂടാരമായിരുന്നുവെങ്കിൽ, ഈ പ്രസ്ഥാനം ദലാലത്തിന്റെ വഴിയിലുള്ള പ്രസ്ഥാനമായിരുന്നുവെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ഇയ്യാകും വൽ കദിബ്, നിങ്ങൾ കളവിനെ സൂക്ഷിക്കണേ. കള്ളത്തരം പറയാൻ പാടില്ല എന്ന് മാത്രമല്ല, കളവ് ചെയ്യുന്നവരുടെ കൂടെ നിൽക്കാൻ പാടില്ല, കളവ് പ്രവർത്തിക്കാൻ പാടില്ല, കളവ് പറയാൻ പാടില്ല. ഫഇന്നൽ കദിബ യഹ്ദീ ഇലൽ ഫുജൂർ, തീർച്ചയായിട്ടും കളവ് ചെയ്യുന്നവർ, കളവ് പ്രവർത്തിക്കുന്നവർ, കളവ് പറയുന്നവർ അവർ തമ്മാടിത്തരത്തിലേക്കാണ് പോകുന്നത്. ഫഇന്നൽ ഫുജൂറ യഹ്ദീ ഇലൻ നാർ, തമ്മാടിത്തരമോ നരകത്തിലേക്കാണ് ഒരു മനുഷ്യനെ കൊണ്ടുചെന്ന് എത്തിക്കുക എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഇത് കളവിന്റെ പ്രസ്ഥാനമായിരുന്നുവെങ്കിൽ പരിശോധിച്ചു നോക്കൂ പ്രിയപ്പെട്ടവരെ, ഓരോന്നോരോന്ന് പരിശോധിച്ചു നോക്ക്. ഏറ്റവും വലിയ എതിർപ്പുകൾ നേരിടേണ്ടി വന്നത് മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെയാണ്. ഇന്നും കേരളത്തിന്റെ മനസ്സിൽ രണ്ട് നാമാ ഉള്ളത്, ഒന്ന് AP, ഒന്ന് EK. നമ്മളെ കുറിച്ചൊക്കെ പറയാറുണ്ട്, അവൻ ഈക്കക്കാരനാണ് അല്ലെ. സത്താർ സാഹിബിനെ കുറിച്ച് പറയും ഈക്കയുടെ നേതാവ്, ഞങ്ങളെ കുറിച്ചൊക്കെ പറയും ഈക്കക്കാര്. അത് പരിഹാസത്തിന്റെ വാക്കാണെന്ന് ഞങ്ങൾക്കറിയാം. അങ്ങനെ ഒരു പ്രസ്ഥാനം കേരളത്തിലില്ല. EK എന്ന് പറയുന്ന പ്രസ്ഥാനം കേരളത്തിലില്ല. വരക്കൽ തങ്ങളുണ്ടാക്കിയ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഖാദിമീങ്ങളാണ് നമ്മളൊക്കെ. എന്നാൽ അഭിമാനത്തോടുകൂടെ, എന്നാൽ ആവേശത്തോടെ, 1000 കുതിരശക്തിയോടെ ഞങ്ങൾ പറയുന്നു, ഞങ്ങളെ നോക്കി ഈക്കക്കാരായി എന്ന് വിളിക്കുന്നവനെ നാളെ റബ്ബിന്റെ മുമ്പിൽ വരുമ്പോഴും വിളിക്കണേ, ഇവൻ ഈക്കക്കാരനായിരുന്നു എന്ന് പറയണേ. എന്നാൽ ഞങ്ങൾക്ക് അത്തരം ആളുകളോട് സ്നേഹത്തോടുകൂടെ പറയാനുള്ളത് എന്തുകൊണ്ടാണെന്നറിയോ? അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, ഓ സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക. വകൂനൂ മഅസ്വാദിഖീൻ, നിങ്ങൾ സ്വാദിഖീങ്ങളുടെ കൂടെയാവുക, നിങ്ങൾ സത്യസന്ധന്മാരുടെ കൂടെയാവുക. 40 കൊല്ലം ഈ മഹാപ്രസ്ഥാനത്തിന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരുന്ന് അമരനായകത്വം നയിച്ച മഹാനായ അള്ളാഹുവിന്റെ വലിയായ ശൈഖുനാ ശംസുൽ ഉലമ, അദ്ദേഹത്തിന്റെ ആളാണ് ഞങ്ങൾ എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് ആവേശമുണ്ട്, ഞങ്ങൾക്ക് സ്നേഹമുണ്ട്. ഞങ്ങൾ ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു, റബ്ബേ അദ്ദേഹത്തിന്റെ ആളാക്കി ഞങ്ങളെ മാറ്റിത്തരണേ തമ്പുരാനെ എന്ന്. എന്തുകൊണ്ടാണ്? അദ്ദേഹം പിഴച്ചു പോയിരുന്നുവെങ്കിൽ അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യൻ പോലും പറഞ്ഞത് വഖദ് വല്ല വഖദ് കഫറ എന്നാണ്. അദ്ദേഹം ആ ശിഷ്യനും പുറത്തു കൊടുക്കുമാറാവട്ടെ. പിഴച്ചുപോയി, കാഫിറായി പോയി എന്ന് പോലും അദ്ദേഹം കേൾക്കേണ്ടി വന്നു. ഒരു ഗുരുനാഥനല്ല, ഒരു മനുഷ്യൻ പോലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത അങ്ങേയറ്റത്തെ വേദനിപ്പിക്കുന്ന വാർത്തകൾ കേട്ടു, വാക്കുകൾ കേട്ടു ശൈഖുനാ ശംസുൽ ഉലമ. പക്ഷെ കാലം മറുപടി നൽകി, അള്ളാഹു കൃത്യമായ മറുപടി നൽകി. എന്റെ ഈ ഇഷ്ടദാസൻ പിഴച്ചുപോയ ആളല്ല, എന്റെ ഈ ഇഷ്ടദാസന് 1% പോലും പിഴവ് സംഭവിച്ചിട്ടില്ല. 1996 റബീഉൽ ആഖിർ 4 ഫാത്തിമ ഹോസ്പിറ്റലിൽ ശൈഖുനാ ശംസുൽ ഉലമ ഈ ലോകത്തോട് വിട പറയുകയാണ്. അർദ്ധരാത്രിയായി. ആളുകൾക്കറിയാം ഇത് സക്കറാത്തിന്റെ ഘട്ടമാണെന്ന്. ശിഷ്യന്മാർ, പ്രിയപ്പെട്ട ആലിമീങ്ങൾ, പ്രിയപ്പെട്ട മക്കൾ, ബന്ധുമിത്രാദികൾ, നൂറുകണക്കായ ആളുകൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ശൈഖുനാക്ക് രോഗം മുറിച്ചിക്കുമ്പോഴൊക്കെ തസ്ബീഹിന്റെ മണികൾ വല്ലാതെ മറിയും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കൂടുതൽ ചൊല്ലും. അന്നും പതിവിൽ കവിഞ്ഞ് തസ്ബീഹ് മാല മണി മറിയുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുകയാണ്. എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു എന്ന് കൂടുന്ന ആളുകൾക്ക് മനസ്സിലായി. അതാ ഹോസ്പിറ്റലിലെ പരിശുദ്ധമായ പള്ളിയിൽ നിന്ന് സുബ്ഹിന്റെ ബാങ്ക് മുഴങ്ങുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ശൈഖുനാ ശംസുൽ ഉലമ താൻ ചൊല്ലിയിരുന്ന തസ്ബീഹ് മാലയുടെ മണി അവിടെ നിർത്തി, ലാ ഇലാഹ ഇല്ലല്ലാഹ് അവിടെ നിർത്തി. എന്നിട്ട് ബാങ്കിന് ജവാബ് കൊടുത്തു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഓരോ വാചകം പറയുമ്പോഴും, മുഅദ്ദിൻ വിളിച്ചു പറയുമ്പോഴും അതിന് കൃത്യമായ മറുപടി. ഹയ്യ അലസ്സലാ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. അസ്സലാത്തു ഖൈറും മിനൻ നൗം, സദഖത വബറർത. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരു മണി കൂടെ ഇങ്ങോട്ട് മറിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാഹ്.
ലാ ഇലാഹ ഇല്ലല്ലാഹ്. പരിശുദ്ധമായ പള്ളിയിലെ സുബ്ഹിന്റെ ബാങ്കിന്റെ അവസാനത്തെ വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതേ നാണയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉത്തരം നൽകിയിട്ട് തന്റെ കയ്യിലുണ്ടായിരുന്ന തസ്ബീഹ് മാല താഴെ വീണു പോവുകയാണ്. ഒരു ഭാഗത്തേക്ക് ശരീരം കുഴഞ്ഞു പോവുകയാണ്. ആ പരിശുദ്ധാത്മാവ് ആകാശത്തിലേക്ക് ചിറകടിച്ച അസ്രാഈലിന്റെ കരങ്ങളിലേറി പറന്നു പോവുകയാണ്. നിങ്ങൾ പറ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ മരിച്ചു പോകുന്ന മനുഷ്യരെ കുറിച്ച് എന്താ പറഞ്ഞത്? മൻ കാന ആഖിറു കലാമുഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ഏതൊരു മനുഷ്യനാണോ അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുന്നത്, മൻ കാന ആഖിറു കലാമുഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഏതെങ്കിലും ഒരുത്തന്റെ അവസാനത്തെ വാചകം ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വാക്കുകളും അക്ഷരങ്ങളും ഈ നാവ് കൊണ്ട് ചൊല്ലിയാലും അതൊന്നും റബ്ബിന് നോട്ടമില്ല. അവസാനം നീ എന്താ പറയുന്നത്? അവസാനത്തെ കലിമത്ത് എന്താണ്? അവസാനത്തെ കലിമത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഏകവചനത്തെ ഏകദൈവത്തെ സത്യപ്പെടുത്തുന്ന വാചകമാണെങ്കിൽ ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിച്ചു. അവൻ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിച്ചു. പാസ്റ്റ് ടെൻസ് ആണ്. ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിച്ചു. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇനി നിങ്ങൾ ആലോചിക്കുക, ശൈഖുനാ ശംസുൽ ഉലമ അവസാനം ചൊല്ലിയത് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ല എന്ന് ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ? ശൈഖിനയുടെ കുടുംബക്കാരിൽ സമസ്തക്കാരല്ലാത്തവരുമുണ്ടല്ലോ, അവരും സാക്ഷികളായിരുന്ന കാര്യമാണല്ലോ. ശൈഖുന ഈ ലോകത്ത് നിന്ന് ഇവിടെ പറയുമ്പോ അവസാനമായി ചൊല്ലിയത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. നൽകുന്ന സന്ദേശമാണ് എന്താണ്? ജീവിതം മുഴുക്കെ ഈ മഹാപ്രസ്ഥാനത്തിന് വേണ്ടി ത്യാഗം ചെയ്ത് മാറ്റിവെച്ച മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ പോലും ഈ ലോകത്തിൽ നിന്ന് ഇവിടെ പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ടാണെങ്കിൽ പിന്നെ നമുക്കെന്തിനാ പേടി? നമുക്കെന്തിനാ അതിൽ സംശയം? ഇനി ഞാൻ അവസാനിപ്പിക്കട്ടെ. അവസാനമായി പരിശുദ്ധമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ ഇന്ന് ജനകീയമാക്കുന്നതിൽ, അതിനെ ഭദ്രമാക്കുന്നതിൽ, അതിനെ വാനോളം ഉയർത്തുന്നതിൽ ഏറ്റവും നിസ്തുലമായ പങ്കുവഹിച്ച, താൻ തൊട്ടതെല്ലാം പൊന്നാക്കിയ മഹാത്മാവാണ് ശൈഖുനാ ബാപ്പു മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ. അല്ലാഹുവേ, ദുനിയാവിൽ വെച്ച് കണ്ട് കൊതിർന്നിട്ടുള്ള തമ്പുരാനെ സ്വർഗ്ഗത്തിൽ വെച്ച് ആ പൂമുഖം കാട്ടിത്തരണേ റബ്ബേ. അവിടുത്തെ പരലോക ദർജ ഉയർത്തി കൊടുക്കണേ തമ്പുരാനെ. അദ്ദേഹം തൊട്ടതെല്ലാം പൊന്നാണ്. പ്രിയപ്പെട്ടവരെ, കടമേര് റഹ്മാനിയ അറബി കോളേജ്, സുപ്രഭാതം ദിനപത്രം, ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ, അതേപോലെ ME എഞ്ചിനീയറിംഗ് കോളേജ്, അദ്ദേഹത്തിന്റെ നാടിലെ മഹല്ല് ഖാദി, അവിടുത്തെ ജനറൽ സെക്രട്ടറി, തൊട്ടതൊക്കെ പൊന്നാക്കി എല്ലാവരുടെയും പ്രശംസ പിടിച്ചു പറ്റിയ ആ മഹാത്മാവ് ഈ ലോകത്തോട് കഴിഞ്ഞ 10-ാം തീയതി ഇവിടെ പറയുമ്പോ അദ്ദേഹത്തിന്റെ മകൻ ബഹുമാനപ്പെട്ട ജമലുൽ തങ്ങളെ വിളിക്കുകയാണ്. ഒരു മനുഷ്യൻ ഈ ദുനിയാവിലെ ആരെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത്, അവർ മരിക്കുന്ന സമയത്ത് സന്നിഹിതരാകുന്നതിന്റെ വ്യക്തമായ തെളിവ് ബാപ്പു ഉസ്താദിന്റെ സ്നേഹനിധിയായ സുഹൃത്ത് സയ്യിദ് മുഹമ്മദ് കോയ ജമലുൽ തങ്ങളാണ്. അല്ലാഹു ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. അദ്ദേഹം നേരിട്ട് പറഞ്ഞ കാര്യം ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. വഫാത്താകുന്നതിന്റെ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് മക്കളെ വിളിച്ചു, തങ്ങളെ ഒന്ന് വേഗം വരുമോ, ബാപ്പക്ക് തീരെ വയ്യ. ബഹുമാനപ്പെട്ട തങ്ങൾ ആശുപത്രിയിലേക്ക് വരുമ്പോൾ മനസ്സിലായി വെന്റിലേറ്ററിന്റെ സഹായമൊക്കെ മാറ്റിയിട്ടുണ്ട്, മെഷീനുകളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ബാപ്പു ഉസ്താദ് അവസാനത്തെ ശ്വാസം വലിക്കുകയാണെന്ന് ബഹുമാനപ്പെട്ട തങ്ങൾക്ക് മനസ്സിലായി. തങ്ങളവர்கள் വെള്ളം കൊടുത്തു ബഹുമാനപ്പെട്ട ബാപ്പു ഉസ്താദിന്. ഒരു മനുഷ്യൻ മരിക്കാൻ കിടക്കുന്ന സമയം 7 കടലിലെ വെള്ളവും കുടിച്ചു പറ്റിക്കാനുള്ള ദാഹമുണ്ടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമ്മെ എല്ലാവരെയും സംസം വെള്ളം കുടിച്ച് മരിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ബഹുമാനപ്പെട്ട തങ്ങൾ വെള്ളം തൊട്ടുകൊടുത്തു. മെല്ലെ കൈകൾ നെഞ്ചിലേക്ക് വെച്ചപ്പോ ഹൃദയമിടിക്കുന്നുണ്ട്. തങ്ങൾ മെല്ലെ തന്റെ ചുണ്ട് ചെവിയോട് ചേർത്ത് വെച്ച് മന്ത്രിച്ചു കൊടുത്തു, ഉസ്താദേ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവர்கள் ഏറ്റു ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആശ്വാസം നിലച്ചു. ആ മന്ദസ്മിതം അവസാനിച്ചു. മൻ കാന ആഖിറു കലാമുഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ഇത് ജീവിക്കുന്ന സാക്ഷ്യമാണ്. നമ്മുടെ കൺമുമ്പിലൂടെ കൺമടഞ്ഞുപോയ മഹാന്മാരായ ഉലമാക്കളെല്ലാം, ബഹുമാനപ്പെട്ട കെ.ടി. മാനം മുസ്ലിയാർ, ബഹുമാനപ്പെട്ട പാറന്നൂർ ഉസ്താദ്, ബഹുമാനപ്പെട്ട ആനക്കര സി കോയക്കുട്ടി ഉസ്താദ്, ബഹുമാനപ്പെട്ട ജെറുശ്ശേരി ഉസ്താദ്, എല്ലാവരും ഈ ലോകത്തിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോയത് സമസ്തക്ക് വേണ്ടി ധീരമായി അധ്വാനിച്ച് വിയർപ്പൊഴുക്കി ത്യാഗം ചെയ്ത് സമസ്തയുടെ പ്രതിയോഗികളെ പറയേണ്ടതുപോലെ പറഞ്ഞു ഇരുത്തേണ്ടടുത്ത് ഇരുത്തിയും ത്യാഗോജ്വലമായി സേവനം ചെയ്തുകൊണ്ട് ഈ ലോകത്തിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോയത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ടാണ്. അതുകൊണ്ട് സംശയം വേണ്ട, ഈ പാദം മാത്രമാണ് ശരി, ഇത് മാത്രമാണ് അജയം. കൂനൂ മഅസ്വാദിഖീൻ, നിങ്ങളും സത്യസന്ധന്മാരുടെ കൂടെ നിൽക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. മദീന പാഷന് എല്ലാ അഭിനന്ദനങ്ങളും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.